തൃശൂർ ചൊവ്വന്നൂരിൽ പഞ്ചായത്തിൽ കോൺഗ്രസിൽ SDPയുമായി സഖ്യമുണ്ടാക്കിയ സംഭവത്തിൽ ആരോപണങ്ങൾ തള്ളി പാർട്ടി നടപടി നേരിട്ട DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ. തെരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ ഒരു ഘട്ടത്തിലും തന്നെ പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് പുറത്താക്കിയ വർഗീസ് ചൊവ്വന്നൂർ പറയുന്നു. ചുമതലകൾക്ക് മുന്നോട്ട് പോകാൻ ചുമതലകൾ ഉണ്ടെന്ന് പറയാനുള്ള എന്നെ ഇന്നേ വരെ യോഗത്തിന് വിളിച്ചിട്ടില്ല. ഏത് DCC പിന്നെ എങ്ങനെ ചുമതലകളുണ്ട്? ഞാൻ എൻ്റെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകും. എന്തിനെൻ്റെ ആവശ്യം? 1979 KSUവിൽ ഞാൻ തുടങ്ങിയ രാഷ്ട്രീയക്കാരൻ. എനിക്ക് എന്തിനാ വേറെ പാർട്ടിയിൽ പോകാൻ? പൊതുപ്രവർത്തനം പോകാൻ നടത്താൻ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വളരെ ഭംഗിയായി നടത്തി പോകും. സൂരജ് സജി വിവരങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്ന്. പറയൂ സൂരജ്, എന്തിട്ട് സൂരജായി തൃശ്ശൂർ സംഭവിക്കണേ? എല്ലായിടത്തും പ്രശ്നമാണ്. ചൊവ്വന്നൂരിൽ ഇപ്പോൾ 2 പേർക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഈ വർഗീസ് ചൊവ്വന്നൂരിനെതിരെ കൂടി ഇന്നലെ രാത്രി DCC അച്ചടക്ക നടപടി എടുത്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. SDPI ബന്ധത്തിന് പിന്നിൽ വർഗീസ് ചൊവ്വന്നൂരാണ്. അതിന് DCC ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതിന് പോലും മറുപടി നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കടുത്ത നടപടിയിലേക്ക് DCC പോയത്. പക്ഷേ വർഗീസ് ചൊവ്വന്നൂരാകട്ടെ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു നോട്ടീസേ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് DCC മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ തരത്തിലുള്ള ഒരു നോട്ടീസും ലഭിച്ചിട്ടില്ല. താൻ നിർവാഹക സമിതി അംഗമാണെന്ന് DCC പറയുന്നുണ്ട്. പക്ഷേ DCCയുടെ ഒരു യോഗത്തിന് പോലും തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വർഗീസ് ചൊവ്വന്നൂർ പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലാകട്ടെ, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലോ അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മത്സരം സംബന്ധിച്ചുള്ള ഒരു ചർച്ചകളിലും താൻ പങ്കെടുത്തിട്ടില്ല. DCC ജനറൽ സെക്രട്ടറിയാണ് അതിനൊക്കെ നേതൃത്വം കൊടുത്തത്. പിന്നെ തനിക്കെതിരെ മാത്രം എങ്ങനെ അച്ചടക്ക നടപടി വന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ പുറത്താക്കിയ വിവരം പോലും തനിക്ക് ഒരു അറിയിപ്പായി ലഭിച്ചില്ല. അത് മാധ്യമങ്ങളിലൂടെയാണ് ലഭിച്ചത്. താൻ എന്തായാലും ഒരു പൊതുപ്രവർത്തകനായി തുടരും എന്നുള്ളതാണ് വർഗീസ് പറയുന്നത്. പക്ഷേ താനൊന്നും അറിഞ്ഞില്ല എന്ന് വർഗീസ് ചൊവ്വന്നൂർ പറയുമ്പോൾ വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യ സെബേറ്റ വർഗീസ് ആണ് അവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി SDPI പിന്തുണയോടുകൂടി വിജയിച്ച് കയറിയത് എന്നതുകൂടി വാസ്തവമായി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.